എല്ലാവർക്കും നല്ലൊരു ദിവസം ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് കഥയിലോട്ട് പോയാലോ? ഫീനിക്സ് ഗേൾ ഭാഗം 41 തുടരുന്നു. മീയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഡയറി മൊത്തം വായിച്ചു തീർക്കുമ്പോൾ കൃഷിന്റെ കണ്ണുകൾ എന്തുകൊണ്ടോ നിറഞ്ഞു. മിയ, ഇത്രയും തമ്മിൽ സ്നേഹിച്ചവരെ എന്തിനു വേണ്ടിയ ദൈവം പിരിച്ചതെന്ന് മനസ്സിലാകുന്നില്ല. പക്ഷെ അവൾ ഒരിക്കൽ പോലും കേതാന്റെ കാര്യം നിന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. ഇതെല്ലാം നിന്നോട് പറയുന്നതല്ലേ? കൃഷ് സംശയത്തോടെ നെഞ്ചിൽ ചേർത്ത് പിടിച്ച് മിയയോട് ചോദിച്ചു. മിയയും മറുപടി നൽകി. ശരിയാ, അവൾ എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ ചിന്തിച്ചത് തെറ്റാവുന്നു. രാഘവ്, അയാളെ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. ഗീതാന്റെ കാര്യം ഉള്ളിലുള്ളത് കൊണ്ടാകാം എന്നോർത്തു. പിന്നെ അവൾ ഒരിക്കൽ പോലും എന്നോട് അവളുടെ കിച്ചുവിനെ പറ്റി പറയാത്തത് കൊണ്ട് അവൾ അറിയാതെ അവളെ സ്നേഹിച്ച ഒരു വ്യക്തി മാത്രമായി അവൻ ഇരിക്കട്ടെ എന്നാണ് ഞാൻ ചിന്തിച്ചത്. ഇനി അതുകൂടി അറിഞ്ഞു അവളെ തളർത്താനെന്ന് എനിക്ക് തോന്നിയില്ല. അത് മാത്രല്ല കൃഷ്, നീ പഴയതുപോലെ വരുന്നത് കാണാൻ, പിന്നെ ഗീതാറിനെ ഇല്ലാതാക്കിയവരെ കണ്ടുപിടിക്കാൻ ഈ നിമിഷങ്ങൾ ഞാൻ എപ്പോഴോ മൗനെ മറന്നുപോയി. പക്ഷെ ഈ ഡയറി എന്റെ കയ്യിൽ എത്തുന്നവരെ ഞാൻ അറിഞ്ഞിരുന്നില്ല ഒന്നും. അവളുടെ ഉള്ളിൽ നമ്മുടെ കേദാർ ഇത്രയും വലുതായിരുന്നു എന്ന്. നീ പറഞ്ഞില്ലേ എന്തുകൊണ്ടാണ് മൗനി എന്നോടൊന്നും പറയാതിരുന്നതെന്ന്? അതിനുള്ള മറുപടി ആ ഡയറിയുടെ അവസാന പേജുകളിലുണ്ട്. മിയ പറഞ്ഞത് കേട്ട് കൃഷ് തന്റെ കൈകളിൽ ഇരിക്കുന്ന ഡയറി മറിച്ചുകൊണ്ടുവന്നു. അവസാനത്തെ പേജിലായി. അവസാനം അത് കണ്ടെത്തിയത് അവൻ ആകാംക്ഷയോടെ ആ പേജിലേക്ക് നോക്കി. കിച്ചു, നിന്റെ മൗനി ഇന്നൊരു തീരുമാനം എടുക്കുകയാണ്. നീ എന്ന എന്റെ സ്വപ്നം ഇനി എന്റെ ഉള്ളിൽ ആരും അറിയാതെ കിടക്കട്ടെ. നീ എവിടെയെങ്കിലും ഉണ്ട് എന്നുള്ള വിശ്വാസത്തെ ഞാൻ ജീവിച്ചു കൊള്ളാം. ഒരിക്കലും നിന്റെ മാനിക്കുട്ടിയാകാൻ എനിക്ക് കഴിയില്ല. എന്റെ ചിത്രം ഇപ്പോൾ എല്ലാവരും അവരുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നു. സന്തോഷത്തോടെ പറയുമ്പോൾ ഞാൻ വല്ലാതെ തളർന്നു പോകുന്നു. അതുപോലെ ഈ കുഴിയിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ല. ഞാനിപ്പോൾ ഒരു പുഴ പോലെ എന്ന് തോന്നുന്നു. അതിന്റെ ലക്ഷ്യം കാണുന്നത് വരെ ഒഴുകുന്നു. ഈ ഒഴുക്കിൽ ഞാൻ മനഃപൂർവ്വം നിന്നെ മറക്കുകയാണ്, അല്ല മറന്നു എന്ന് അഭിനയിക്കുകയാണ്. എനിക്കരികിൽ വന്നാൽ പോലും നീ അറിയരുത് നിന്റെ മാനിക്കുട്ടിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു എന്ന്. അതിലെ ഓരോ വാക്കുകളും വായിക്കും തോറും കൃഷിന് മനസ്സിലാകുന്നുണ്ടായിരുന്നു അത് എഴുതുമ്പോഴുള്ള മൗനിയുടെ മാനസികാവസ്ഥ. അതിലെ ഓരോ വാക്കുകളിലും അവൾ ഒളിപ്പിച്ച അവളുടെ വേദന. അതറിഞ്ഞതുപോലെ അവന്റെ കണ്ണുകൾ ഈറനായി. ഒപ്പം ആ കണ്ണുകൾ തുടച്ച് അവൻ മിയയെ ഒന്നുകൂടി തന്റെ നെഞ്ചോട് ചേർക്കുമ്പോൾ അവൻ പോലും അറിയാതെ അവന്റെ കണ്ണുകൾ മൗനിയുടെ റൂമിന് നേരെ പാഞ്ഞു. ഒപ്പം പതിയെ കണ്ണുകൾ അടച്ചു. സമയം കടന്നു പോയിക്കൊണ്ടിരുന്നു. പ്രഭാതം. സൂര്യകിരണങ്ങൾ മുഖത്തേക്ക് അടിക്കുമ്പോഴാണ് മൗനി പതിയെ കണ്ണുകൾ തുറന്നത്. കുറച്ച് നിമിഷങ്ങൾ അവൾ അങ്ങനെ തന്നെ കിടന്നു. തലേ ദിവസത്തെ കാര്യങ്ങൾ പതിയെ ഓർമ്മ വന്നത് എന്തെന്നില്ലാതെ ആ കണ്ണുകൾ നിറഞ്ഞു. താൻ എഴുന്നേറ്റു. അവൾ നോക്കുമ്പോൾ തനിക്കുള്ള ചായയുമായി നിൽക്കുന്ന കൃഷ്ണനെയാണ് കണ്ടത്. മൗനി അങ്ങനെ തന്നെ കിടന്നുകൊണ്ട് അവനെ നോക്കിയിരുന്നു. എവിടേക്കോ തന്റെ കിച്ചുവിന്റെ ചായ അവനെ ഉണ്ട് എന്നോർത്തു. പക്ഷെ ഈ കണ്ണ് അതവന്റെ അല്ലേ? കൃഷിന്റെ കണ്ണുകളിൽ നോക്കി അത് ആലോചിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അത് കണ്ട കൃഷ് അവൾക്കരികിലിരുന്ന് അവളുടെ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ ചിന്ത ശരിയാണ്. ഈ കണ്ണുകൾ അവന്റെയാണ്. ഇന്ന് ഞാൻ കാണുന്നതും ചിന്തിക്കുന്നതും എല്ലാം അവനിലൂടെയാണ്. അവനത് പറയുമ്പോഴും മൗനി അവനെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. അവൾക്ക് തൊട്ടരികിലായിരിക്കുന്ന കൃഷിന്റെ കണ്ണുകളിൽ നോക്കിയിരിക്കുമ്പോൾ വല്ലാത്തൊരു ഭാവം നിറഞ്ഞു വന്നു. അവൻ പറയുന്നതൊന്നും അവൾ കേൾക്കുന്നില്ലായിരുന്നു. എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാതെ അവളോട് എന്തൊക്കെയോ പറയുന്ന കൃഷിന്റെ നെഞ്ചിലേക്ക് മൗനി പെട്ടെന്ന് ചാഞ്ഞിരുന്നു. പെട്ടെന്നായതിനാൽ അവൻ വല്ലാതെ ആയി. എന്നാലും അവളെ ചേർത്ത് പിടിച്ച് മുടിയിൽ തലോടിക്കൊണ്ടിരുന്നു. കിച്ചു, മൗനി പതിയെ അവനെ വിളിച്ചു. ആ നിമിഷങ്ങളിൽ അവൻ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. കാരണം
കൃഷ് എന്ന് മാത്രം വിളിച്ചിരുന്ന അവളുടെ വായിൽ നിന്നും കിച്ചു എന്ന് കേൾക്കുമ്പോൾ നെഞ്ചിലൊരു വേദന നിറയുന്നുണ്ടായിരുന്നു. എന്തിനു വേണ്ടി അറിയാത്തൊരു വേദന. കുറച്ചു നേരം കൂടി അവന്റെ നെഞ്ചിൽ ചേർന്നിരുന്ന ശേഷം അവൾ കൃഷിനെ നോക്കുക പോലും ചെയ്യാതെ ബാത്റൂമിലേക്ക് കയറിപ്പോയി. അവൾ പോകുന്നത് നോക്കി കൃഷി വല്ലായ്മയോടെയിരുന്നു. എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഈ സമയം ഷവർ ഓൺ ചെയ്ത് അവന്റെ അടിയിൽ നിന്ന് കൈകൾ നെഞ്ചോട് ചേർന്ന് നിൽക്കുമ്പോൾ ഉള്ളുരുക്കുകയായിരുന്നു. മൗനി പൊട്ടിക്കരയുകയായിരുന്നു. ഇന്ന് ഈ ഭൂമിയിൽ അവളുടെ കിച്ചു ഇല്ല എന്നത് മൗനിക്ക് താങ്ങാവുന്നതിലപ്പുറമായിരുന്നു. കുറച്ച് നിമിഷങ്ങൾ അങ്ങനെ തന്നെ നിന്ന മൗനി അലറിക്കരയാൻ തുടങ്ങി. പുറത്തുനിന്ന് അവളുടെ കരച്ചിൽ കേട്ട് മിയ വേഗം തന്നെ അകത്തേക്ക് പോകാൻ തുടങ്ങിയത് കൃഷി അവളെ തടഞ്ഞു. കരയട്ടെ, കരഞ്ഞു തീർന്നതുവരെ ഇങ്ങനെ തന്നെയാണ് നല്ലത്. ഇപ്പോൾ അവളെ ഒറ്റയ്ക്ക് വിടുന്നത് തന്നെയാണ് നല്ലത്. കൃഷിന്റെ വാക്കുകളിലെ പൊരുൾ മനസ്സിലാക്കി മിയ തലയായി. എന്നിട്ട് മൗനിക്കായി പുറത്ത് കാത്തു നിന്നു. തുടരുന്നു.